സനൂനയുടെ നൊമ്പരങ്ങൾക്ക് ആശ്വാസം പകർന്ന് BLM ഗ്രൂപ്പ് രംഗത്തെത്തി. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കൾക്കും സഹോദരനും താങ്ങായി നിന്ന സനൂനയുടെ വീടെന്ന സ്വപ്നം BLMന്റെ പിന്തുണയോടെ പൂവണിയുന്നു. ഭിന്നശേഷിക്കാരായ മാതാപിതാക്കൾക്കും കുഞ്ഞനിയനും എന്നും കൈത്താങ്ങായി നിന്നിരുന്നത് സനൂനയായിരുന്നു. വീട്ടുകാർക്ക് ആശ്വാസം പകർന്ന ആ കുഞ്ഞുമകളുടെ മാനസിക സംഘർഷങ്ങൾ ആരും അറിഞ്ഞില്ല. അത് മാനസികമായും ശാരീരികമായും വീർപ്പുമുട്ടിച്ചപ്പോൾ സനൂനയുടെ ആരോഗ്യാവസ്ഥ അട്ടിമറിക്കപ്പെട്ടു. രക്തസമ്മർദ്ദം അതിശക്തമായി കുതിച്ചുയർന്നു. ചെറുപ്രായത്തിൽ തന്നെ ഇത്രയധികം BP ഉയർന്നതിനെ കുറിച്ച് അധ്യാപകർ അന്വേഷണം നടത്തിയപ്പോഴാണ് സനൂനയുടെ ദുരിതങ്ങൾ തിരിച്ചറിഞ്ഞത്. ഈ കുട്ടിയുടെ ദുരിതം മാധ്യമങ്ങളിലൂടെ പുറത്തറിഞ്ഞപ്പോഴാണ് ആശ്വാസഹസ്തവുമായി BLM ഗ്രൂപ്പ് ചെയർമാൻ R പ്രേംകുമാർ രംഗത്തെത്തിയത്. ആദ്യഘട്ടമായി സ്ഥലം വാങ്ങുന്നതിനുള്ള തുക BLM ഗ്രൂപ്പ് ചെയർമാൻ R പ്രേംകുമാർ എലത്തൂർ CMC ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി സനൂനയ്ക്ക് കൈമാറി. അച്ഛന്റെ തറവാടിന്റെ അടുത്ത് സനൂന കണ്ടുവച്ച സ്ഥലത്ത് തന്നെയാണ് വീടൊരുങ്ങുന്നത്. സ്ഥലം വാങ്ങിക്കഴിഞ്ഞാലുടൻ വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ചെയർമാൻ R പ്രേംകുമാർ പറഞ്ഞു. പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്കും ഈ വിധത്തിൽ ടെൻഷൻ പാടില്ലെന്നും ഇനി ആ കുട്ടി സന്തോഷത്തോടെ പഠിക്കട്ടെ എന്നും BLM ഗ്രൂപ്പ് ചെയർമാൻ കൂട്ടിച്ചേർത്തു. പഠനത്തിനിടയിലും തനിക്കും കുടുംബത്തിനും സുരക്ഷിതമായി കഴിയാൻ സ്വന്തമായി ഒരു വീടില്ലെന്ന കാര്യവും ജീവിത സാഹചര്യങ്ങളുമെല്ലാം സനൂനയെ വലിയ തോതിൽ അലട്ടിയിരുന്നു. തൻ്റെ വീടെന്ന ആഗ്രഹത്തിലേക്കുള്ള ആദ്യപടി ഇത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വിചാരിച്ചില്ലെന്ന് സനൂന പറഞ്ഞു. തൻ്റെ കുടുംബത്തോടൊപ്പം സനൂനയ്ക്ക് സുരക്ഷിതമായി താമസിക്കാൻ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. പഠനശേഷം നേവിയിൽ ജോലി നേടുക എന്നതാണ് സനൂനയുടെ സ്വപ്നം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ BLM ഗ്രൂപ്പ് ആശ്വാസഹസ്തം നീട്ടിയതോടെ സനൂനയ്ക്കിനി സമാധാനമായി പഠിക്കാം. നൊമ്പരങ്ങൾ മാറ്റിവെച്ച് അച്ഛനെയും അമ്മയെയും ഒപ്പം കുഞ്ഞനിയനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. അപ്പോഴെല്ലാം നനയുന്ന മിഴികളോടെ സനൂന BLM ഗ്രൂപ്പിനെ നന്ദി പറയുകയാണ്.